ആ നല്ല മീൻ. ഇതെന്ത് ചാളയാ? ചാളയാണോ? ചാള ഇത് ചാള മീനാണ് കേട്ടോ. കള്ളിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നിരിക്കുക ഫ്രഷായിട്ട്. ഇപ്പോൾ പൊന്നാനി ഹാർബറിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. പൊന്നാനി ഹാർബറിൻ്റെ ഫ്രണ്ടിലാണ് കണ്ടോ. ഇവിടെയാണ് പൊന്നാനി ഹാർബർ ഉണ്ടോ. എൻ്റെ ബാക്കിലാണ് പൊന്നാനി ഹാർബർ കാണുന്നത്. ഞാനിവിടെ ഒരു മാരേജിന് വന്നതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് വന്നതാണ്. സോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് അത്. ഞാനും മാരേജിന് പോകാനുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഡയറക്റ്റ് ഇറങ്ങി ഇവിടെ വന്നതാണ്. ഓക്കെ. സോ ഇത് വിട്ടുകൊണ്ട് ഇത് പാർട്ടി വെയർ വിട്ടുകൊണ്ട് ആരെങ്കിലും ഹാർബറിൽ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നു പാർട്ടി വെയർ വിട്ടുകൊണ്ട് ഹാർബറിലോട്ട്. ഹാർബറിനകത്തോ നല്ല പടുകൂറ്റൻ ഹാർബർ കേട്ടോ. കണ്ടോ, നല്ല വലിയ വലിയ ബോട്ടുകളിട്ടേക്കാണ് കാണുന്നുണ്ടോ. കണ്ടോ, അങ്ങ് അറ്റം വരെ ബോട്ട്സാണ്. കണ്ടോ, നീണ്ടേറിയ പോലും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. നീണ്ടേറിയയിൽ പോലും ഇങ്ങനെ ഒരു നീണ്ടേറിയയിലല്ല, നമ്മുടെ പെരുമാതുറ പോലും ഞാൻ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടില്ല. ഇവിടെയാണ് ഞാൻ ഇത്രയും ബോട്ടുകൾ കാണുന്നത്. ഓക്കെ, നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. എന്തോ ഇതിനുള്ള ഹാർബറിൻ്റെ ഡ്രഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ മീനൊന്നും മേടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ മീൻ മേടിക്കാനല്ല ഇവിടെ വന്നത്. വണ്ടിക്ക് ഡീസലടിക്കുന്നു, ബോട്ടിന് ഡീസലടിക്കുന്നു. ചുറ്റും അത് അടിപൊളി വള്ളങ്ങൾ ഇറക്കാണ്. ഞാൻ ഇവിടെ വല്ല മീനും എത്ര വില? എത്ര? അല്ല, ഞാൻ ജസ്റ്റ് ചോദിക്കാം. വാങ്ങിക്കാൻ ഇത് 900 രൂപ 1 കിലോ അല്ലേ? ഫുള്ള് എത്ര? കിലോ 400. കിലോ 400. ഇത് ഫുള്ള് 900. ഇത് ഫുള്ള് 1000. നല്ല വ്യത്യാസമുണ്ടല്ലോ. ഒരേ സാധനം തന്നെ, ഇത് കുറവ് ഇത് കൂടുതൽ. ഓ, ഇതെന്താണ്? അത് അയക്കൂറ. എന്താ? അത് 1000. അയക്കൂറ 400. അല്ല എന്താ? ചെമ്മീനാ? ചെമ്മീൻ വേണ്ട, അതാണ് ഞാൻ വാങ്ങിക്കാൻ വന്നായിരുന്നു. ഇതൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ്. ഫിഷിങ്ങിന് പോയിക്കൊണ്ടിരിക്കും. ഇഷ്ടം വരെ ബോട്ട്സുണ്ട്, ചുറ്റും ബോട്ട്സ് ഉണ്ടോ. നല്ല മീനിൻ്റെ സ്മെല്ലും ഉണ്ട്. അല്ലെങ്കിൽ ബോട്ടിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആ നല്ല മീൻ. ഇതെന്ത് ചാളയാ? ചാളയാണോ? ചാള ഇത് ചാള മീനാണ് കേട്ടോ. കള്ളിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നിരിക്കുക ഫ്രഷായിട്ട്. എന്തുമാത്രം ബോട്ടാണെന്ന് നോക്കി. ഈ ഓരോ ബോട്ടിനും വരും 1 കോടിക്കണക്കിന് രൂപ വിലയുള്ള ബോട്ടുകളാണ് ഇത്. ഓരോ ബോട്ടിനും 1 കോടിക്ക് മുകളിൽ വില പോകും. ആരുമില്ല കേട്ടോ ബോട്ടിനകത്തൊന്നും. ഒരു ബോട്ടിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ബോട്ടിൽ കയറാൻ ചാൻസ് കിട്ടുമെങ്കിൽ ഒരു ബോട്ടിൽ കയറി നോക്കാമായിരുന്നു. അതിനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് കയറാൻ പറ്റുമോ? ബോട്ടിനകത്ത് കയറാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഈ ബോട്ടിനകത്ത് കയറാൻ പറ്റുന്നത് അവിടെ. ഇവിടെ ഒരു ബോട്ടിനകത്ത് കയറിയിട്ടുണ്ട്. കണ്ടോ, ഫിഷിംഗ് ബോട്ടാണ്. വലിയൊരു ഫിഷിംഗ് ബോട്ടാണ്. കടലിൽ പോകുന്ന വലിയ ബോട്ടാണ് കേട്ടോ. കണ്ടോ, ഇവിടെയാണ് സ്രാങ്കിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്രാങ്കിരിക്കുന്നത്. ഓക്കെ, ചുറ്റും ഫിഷിംഗ് ബോട്ട്സാണ്. കണ്ടോ, ഇവിടെ 4 പാട് ഫിഷിംഗ് ബോട്ട്സാണ്. കണ്ടോ, ഫിഷിംഗ് ബോട്ട്സിൻ്റെ ഒരു മേളമാണ്. ഫിഷിംഗ് ബോട്ട്സ് കണ്ടോ.
ഇതിൻ്റെ അകത്താണ് ഇവർ മീനിടുന്നത്, പിടിച്ചിട്ടിടുന്നത്. അല്ലേ ഇതിൻ്റെ അകത്താണ് കണ്ടോ, ഇതിൻ്റെ അകത്താണ് ഇവിടെ അവിടെ സ്റ്റോറേജ് നടക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ എന്തോ ബോളോ എന്തൊക്കെ ഇട്ടിരിക്കുകയാണ്. വേണ്ട ഇതിനകത്താണ് വേണ്ട, ഇതിൻ്റെ അകത്തോട്ട് ഇനി ഇറങ്ങുന്നില്ല. ഇതിൻ്റെ അകത്തോട്ടാണ് അവർ പിടിച്ചിട്ട് ഇടുകയൊക്കെ ചെയ്യണം. വേണ്ട മീനെ പിടിച്ചിരുന്നത് ഇതിൻ്റെ അകത്താണ്. കണ്ടോ ഇവിടെയാണ് കേട്ടോ സ്രാങ്ക് ഇരിക്കുന്നത്. ഇതൊന്നും കയറാൻ പറ്റുന്നുണ്ട്. എന്താ ആ ക്യാമറ ഇവിടെ എന്നെ നാത്തോട്ട് കയറ്റുമോ? ഇതിൻ്റെ അകത്തുണ്ടോ ചെരുപ്പ് വീണോ? ചെരുപ്പ് എന്താ പറഞ്ഞു വേണ്ട കേട്ടോ, നമുക്ക് എന്താ വെച്ചാൽ പിന്നീട് ചെയ്യാം. ഇതാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് സ്രാങ്ക് നിയന്ത്രിക്കുന്നത്, ഈ ബോട്ടിനെ നിയന്ത്രിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബോട്ടിൻ്റെ വീല്. വലിയ കപ്പലിലൊക്കെ ഈ വീലുണ്ടാവാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു വീലുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറും ബോട്ടല്ല, ഇതിൻ്റെ അത് കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഉണ്ടോ, കുറേ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ നാവിഗേറ്റ് ചെയ്യുന്നത്. ഈ ബോട്ടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ 1 മാസമൊക്കെ കഴിഞ്ഞേക്കാണ് തിരിച്ചു വരുന്നത്. ഇതിൻ്റെ സ്രാങ്ക് വിഴിഞ്ഞത്തുള്ള ആളാണ് കേട്ടോ ഈ ബോട്ടിൻ്റെ സ്രാങ്ക്. ഇവിടെ നിന്നിട്ടാണ് സ്രാങ്ക് നിയന്ത്രിക്കുന്നത് ബോട്ടിനെ. കണ്ടോ ഇവിടെ നിന്ന് വ്യൂ ആണ്, കടൽ കാണാൻ പറ്റും. കണ്ടോ കണ്ടോ ഇവിടെ ഒരു ബോട്ട് ഇട്ടിരിക്കുന്നുണ്ടോ, ഇതുപോലെ ഇരിക്കും ഒരു ബോട്ട്. വേണ്ട ഈ ബോട്ടിൻ്റെ ഒക്കെ ഉണ്ടോ, ഏകദേശം ഇതുപോലെ ഇരിക്കും ഒരു ബോട്ട്. അത്രയും വലിയ ബോട്ടിലാണ് നമ്മൾ കയറിയത്. അത്രയും വലിപ്പമുള്ള ബോട്ടായത്. ഇവിടെ കടത്തുണ്ട് കേട്ടോ. ഇവിടെ ജങ്കാർ സർവീസ് ഉണ്ട്. ആൾക്കാർ മാത്രമേ സമ്മതിക്കത്തുള്ളൂ പോകാൻ, വണ്ടിയിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ഇതാണ്ട് നേരത്തെ നമ്മൾ കണ്ട ചാള കൊണ്ടുവന്ന വള്ളത്തിലുള്ള ചാളയൊക്കെ ലേലം ചെയ്യാണ് ഇപ്പോൾ. അതുകൊണ്ട് ലേലത്തിനുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ഇവരിത് മേടിച്ചിട്ട് ഇനി കൊണ്ടുപോയി പുറത്ത് വിൽക്കുകയാണ് ചെയ്യുക. ഇവരിപ്പോൾ ഇവിടെ ലേലം ചെയ്ത് ഇവിടെ വെച്ച് ലേലം ചെയ്തിട്ട് അവർ കണ്ട് ഇങ്ങനെ ഈ ബാസ്ക്കറ്റുകളിലാക്കി ആക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊന്നാനി ഹാർബറിൽ നിന്നുള്ള ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ലൈക്ക് മൈ വീഡിയോ, ഷെയർ മൈ വീഡിയോ. ഇനിയും വീഡിയോകൾ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്.